ഈ കുട്ടികൾ ഇപ്പോൾ ഏറ്റവും എവിടുന്നാണ് ഒരു ഫോക്കസ്ഡ് ആയിട്ട് തുടങ്ങേണ്ടത് എന്നുള്ളത് പലപ്പോഴും സംശയം ഉണ്ടാവും. ഇപ്പോൾ 10th കഴിഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഇപ്പോൾ JEE ഒക്കെ ആണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ 10th മുതൽ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുമായിട്ട് ഇതിന് പ്രിപ്പയർ ചെയ്താൽ അത്രയും ഓക്കെയാണ്. പക്ഷേങ്കിൽ മറ്റുള്ള ഏരിയകളിലൊക്കെ ഫോക്കസ്ഡ് ആയിട്ട് തുടങ്ങേണ്ടത് +2 കഴിഞ്ഞിട്ട് മതിയോ? എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുന്നത്? ഇപ്പോൾ ഒരു ഫോക്കസ് എന്നുള്ള സംഭവം എത്രയും നേരത്തെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും നേരത്തെ പറ്റാം. ഫോക്കസ് എന്നുള്ളതിലപ്പുറം ഞാൻ പറയുക, വളരെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഒരു പ്ലാനിങ് എന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു 5ാം ക്ലാസ്സിലെ കുട്ടിനെ പിടിച്ചവൻ IIT എത്തിക്കുക അല്ലെങ്കിൽ സിവിൽ സർവീസിൽ എത്തിക്കുക എന്നുള്ളതൊന്നല്ല. നേരെ മറിച്ച് അവന് ലോകം കാണിച്ചു കൊടുക്കാൻ നമ്മുടെ മുമ്പിൽ എന്ത് പ്ലാനാണ് ഉള്ളത് എന്നുള്ളതാണ്. റൈറ്റ്? അങ്ങനെ പ്ലാൻഡ് ആയിട്ടുള്ള വരുന്ന ആളുകളാണ് കൂടുതലും സക്സസ്ഫുൾ ആയിട്ട് മാറുന്നത്. ആ പാരൻസിൻ്റെ ഒരു കെയർ. പണ്ടത്തെ ഒരു ജനറേഷൻ, ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നു, ഞങ്ങളുടെ ജനറേഷനിൽ കുറച്ചൊരു പാരൻ്റൽ കൺട്രോൾ ഉള്ള ജനറേഷൻ ഞങ്ങളുടെ ജനറേഷൻ. അത് കഴിഞ്ഞിട്ട് വന്നൊരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഭീകരമായ ഡിഫറൻസ് ഒന്നുമല്ല, മേ ബി ഒരു 3-4 years ഡൗൺ ദ ലൈൻ. അന്നത്തെ ഒരു പാരൻസ് ഒക്കെ ചിന്തിച്ചിരുന്നത് കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമ്മൾ ഫുൾ ഫ്രീഡം കൊടുക്കണം. ആ ഫ്രീഡം കൊടുക്കുന്നതിൻ്റെ ഒരു ദുരന്ത ഫലങ്ങൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ നേരെ തിരിച്ച് ഇപ്പോൾ കുറച്ചും കൂടി പാരന്റിങ് ക്ലാസ്സസും മറ്റും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി സജീവമായിട്ട് കുട്ടികളെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള പാരന്റിങ് ക്ലാസ്സസ് ഒക്കെ എന്ത് ചെയ്ത് നടത്താൻ. ഞാൻ തന്നെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി പാരൻസും കുറച്ചും കൂടി കുട്ടികളുടെ കാര്യത്തിൽ കൺസേൺഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് കൈൻഡ് ഓഫ് ഒരു സൈക്കിളാണ്. അപ്പോൾ ഈ കൺസേൺഡ് ആയിട്ടുള്ള പാരൻസ് കുട്ടികൾക്ക് ക്യൂറേറ്റഡ് ആയിട്ടുള്ള അവർക്ക് ചെയ്യാവുന്ന മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് വായന. ഞാനിപ്പോൾ അടുത്തൊരു ഇന്റർവ്യൂ ചെയ്തു, നസീഫ് സ്റ്റാൻഫോർഡിൽ PhD നസീഫിന്റെ ഇന്റർവ്യൂ. നസീഫിനെ ലോകം തുറന്നു കൊടുത്തത് വായനയാണെന്ന് നസീഫ് പറഞ്ഞത്. ഭയങ്കര ചെറുപ്പത്തിലുള്ള വായന. നസീഫ് ഒരു പള്ളി ദർസിൽ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കോളേജിൽ നിന്നുള്ള പുസ്തകങ്ങളാണ് നസീഫിന്റെ പുറത്തോട്ടുള്ള ലെൻസ് എന്നുള്ളത്. റൈറ്റ്? ഇതേപോലെ നമുക്ക് പുറത്തോട്ട് തുറന്നു വെക്കാനുള്ള ഒരുപാട് ലെൻസുകൾ, ഒരുപാട് വിൻഡോസ് ഉണ്ടാവും. ഈ വിൻഡോസ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഏതെങ്കിലുമൊക്കെ അവർ തുറന്നു പോയിക്കോളും. അതല്ലാതെ 10ലെത്തിയിട്ട് നിങ്ങൾക്ക് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ഒരു സംഭവം അല്ല ഒരു കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞ സംഭവം. 10 വരെ വളരെ ഫ്രീ ആക്കി വിടുന്നത് വളരെ കോമൺ ആണ്. 10 വരെ അവർ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ, വേറെ നമ്മൾ പ്രത്യേകിച്ചൊന്നും കൊടുക്കണ്ടല്ലോ. സ്കൂൾ എന്നുള്ളത് ഇറ്റ്സ് എ സ്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഭൂരിഭാഗം സ്കൂൾസും ആർ സ്കാംസ് എന്ന് പറഞ്ഞ സെൻസ് ഞാനത് എന്താ ഒരു ബോധപൂർവമായ ആരെങ്കിലും നടത്തുന്ന എന്തെങ്കിലും ഒരു കള്ളത്തരം എന്നുള്ളതല്ല. നേരെ മറിച്ച് നമ്മുടെ സ്കൂൾസ് എന്നുള്ളത് ഭൂരിഭാഗം സ്റ്റുഡൻസിനും ഒട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഭൂരിഭാഗം കുട്ടികൾക്കും ഒട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള സംഭവമല്ല. ഇപ്പൊ ഇന്ന് പോലും ഇന്നത്തെ ഒരു സ്മാർട്ട് ഫോൺ ജനറേഷന് ഐഡിയൽ ആയിട്ടുള്ള രീതിയിലാണോ നമ്മൾ കുട്ടികളെ ഇന്നത്തെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് വെച്ചാൽ അല്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. സിലബസ് മാത്രമല്ല, സിലബസ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദ തിങ്സ്. അതിന്റെ പെഡഗോഗി മാറണം, അതിനെ നമ്മൾ ഡീൽ ചെയ്യുന്ന രീതികൾ മാറണം. ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മാറേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ടീച്ചർ സ്റ്റുഡൻറ് റേഷ്യോ മാറണം, നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു, എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളത് മാറണം. ദർ ഷുഡ് ബി എ ലോട്ട് ഓഫ് ചേഞ്ചസ്.